ഹല്ലേലൂയ. ശബ്ദത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതിനകത്ത് വലിയ ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാതെ ഈ സാന്നിധ്യം മടങ്ങി പോകത്തില്ല. ഈ സാന്നിധ്യം ഇറങ്ങിയാൽ അത് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യും. ഇന്ന് പകൽ നമ്മുടെ ആത്മാവിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന സമയത്ത് നമ്മുടെ ആ ആത്മാവിനെ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിലെ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കേണ്ട ചില മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. ആ സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ചെറിയൊരു ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ലെവലിലൂടെ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. പെട്ടെന്നൊരു വചനം നമ്മൾക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിനു വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലെത്തിയതിലധികം ദാസന്മാരെ അയച്ചു. അവരോടും അവൻ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എന്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞു. മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കുമെന്ന് അവർ അവനോട് പറഞ്ഞു. ആമേൻ. മതി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ യേശു ഒരു ഉപമയാൽ മറുപടി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. യേശുവിനോട് നിന്റെ അധികാരം, നിനക്ക് ഈ അധികാരം എവിടെ നിന്ന് നീ കിട്ടി എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി യേശു അവരോട് ഉത്തരം പറഞ്ഞ 2 ഉപമകളിൽ രണ്ടാമത്തെ ഉപമയാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ, അതായത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ കേൾക്കുന്നവർക്ക് ഒരു കഥയായിട്ടും പക്ഷെ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് മറുപടിയായിട്ടും കിട്ടത്തക്ക രീതിയിൽ, മനസ്സിലാകത്തക്ക രീതിയിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കഥ പറച്ചിലായിരുന്നു ഉപമ എന്ന് പറഞ്ഞത്. അതായത് കേൾക്കുന്നവർക്ക്, അതായത് കോമൺ പീപ്പിളിന്, സാധാരണ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെ തോന്നും. പക്ഷെ അതിനകത്ത് ജീവിതത്തെ തിരിക്കുന്ന ലോകത്തിന്റെ ഉത്ഭവം മുതൽ കർത്താവ് ഒളിപ്പിച്ചു വെച്ച ചിലത് അതിനകത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചിലത് ഈ കഥയ്ക്കകത്ത് കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിക്ക് പകരമായിട്ട് 2 ഉപമകൾ യേശു പറയുകയാണ്. ഇന്നും യഥാർത്ഥമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന വ്യക്തികളുടെ ലൈഫ് തിരിയാൻ പോവുകയാണ്. അവരോട് കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാനിന്ന് സംസാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം സിസ്റ്റങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം സിസ്റ്റങ്ങളുടെ ദൈവമാണ്. ഇവിടെ നമ്മൾ കാണുന്നു, ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ, അതായത് അദ്ദേഹത്തിന് കുടുംബമുണ്ട്. കുടുംബമുള്ളൊരു മനുഷ്യൻ വേറൊരു സ്ഥലത്തേക്ക് ചെന്നതിന് ശേഷം അവിടെ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്? മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുക മാത്രമല്ല, കൃഷിക്കാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവരൊരു കൃഷി ചെയ്യുമ്പോൾ അത് കൃഷി ചെയ്യുക മാത്രമല്ല, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും അവരവിടെ ചെയ്യും. അതായത് അവരവിടെ കൃഷി ചെയ്തിട്ട് പോവുകയുമല്ല, ഇതിനെ നശിപ്പിക്കാതിരിക്കത്തക്ക വണ്ണം കീടങ്ങളാണോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ, എന്താണ് അവിടുത്തെ പ്രശ്നം, അതിനെ ഡീല് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും അവരവിടെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കാണുകയാണ്, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയതിനു ശേഷം അതിന് ചുറ്റും ഒരു വേലി കെട്ടി.
ഹല്ലേലൂയ. വേലി കെട്ടിയതിനു ശേഷം അവിടെ കാണുന്നു, അവിടെ ഒരു ഗോപുരം പണിതു. അതായത് ഇദ്ദേഹത്തിന് ഈ ഗോപുരത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഇത് അവിടെ ആക്കി വെക്കുന്ന ആളുകൾക്ക് ഈ ഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് ഇത് മൊത്തം കാണാൻ പറ്റണം, ഇത് എൻ്റെ എൻഡ് വരെ കാണാൻ പറ്റണം. ഹല്ലേലൂയ. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിനുശേഷം വേലി കെട്ടി, അതിനുശേഷം ഗോപുരവും പണിതു. ആമേൻ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അവിടെ ഒരു വൈൻ പ്രസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ചക്കുണ്ടാക്കി. അതായത് ഇതിനകത്തുനിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ, അല്ല മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്ന മുന്തിരി അദ്ദേഹത്തിന് അവിടെ തന്നെ വെച്ച്, ഹല്ലേലൂയ, അതൊരു പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ അത് ചക്കിലിട്ട് ആട്ടി അതിന്റെ ജ്യൂസ് എടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. ഇത് ഒരു പ്രാവശ്യത്തെ പരിപാടി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇദ്ദേഹം ഇത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന് അത് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ വെച്ച് അത് ജ്യൂസ് ആക്കിയിട്ട് തിരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ചെയ്തൊരു കാര്യം തന്നെ, ഇതിനകത്ത് തന്നെ വൈൻ പ്രസ് ഉണ്ടാക്കി, ചക്കുണ്ടാക്കി. അതായത് ഇത് ഒരു പ്രാവശ്യം കൊണ്ടുള്ള പരിപാടിയല്ല, തുടർച്ചയായിട്ട് ഇതിനകത്ത് തന്നെ ഇത് സംഭവിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹം പണിഞ്ഞു വെച്ചതിനു ശേഷം ഇദ്ദേഹം തന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. പാട്ടത്തിന് ആൾക്കാരെ കുടിയാന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം ഇദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക്, കാരണം താൻ ഒരു ഗ്രഹവിചാരകനാണ്, അല്ലെങ്കിൽ താൻ ഒരു ഗൃഹസ്ഥനായ മനുഷ്യനാണ്, അതായത് കുടുംബമുള്ള മനുഷ്യനായതുകൊണ്ട് താൻ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. അതായത് താൻ ഉദ്ദേശിച്ചതും ഇത് നിർമ്മിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത്, താൻ ഇല്ലാത്തപ്പോഴും ഇത് വർക്ക് ചെയ്യണം. ഹല്ലേലൂയ. 6 ദിവസം ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് 7ാമത്തെ ദിവസം താൻ ഇരുന്നപ്പോ ഈ ഭൂമി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ഇരുന്നപ്പോ ഇത് സ്റ്റോപ്പായെന്ന് അവിടെ പറയുന്നില്ല. നമ്മൾ ഇന്നൊരു സിസ്റ്റം ഓടിക്കണേ, നമ്മൾ അതിനേക്കാൾ വേഗത്തിലാ ഓടുന്നേ. നമ്മളൊന്ന് നിന്നാ ഇത് മൊത്തത്തിൽ നിന്ന് പോകും. നമ്മുടെ ദൈവം സിസ്റ്റങ്ങളുടെ ദൈവമാണ്. സിസ്റ്റങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഘടനകളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഴുവൻ സൃഷ്ടിയും ഘടനകളായിരുന്നു, സിസ്റ്റങ്ങളായിരുന്നു. സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുമോ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും, അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫിസിക്കൽ സിസ്റ്റംസ് ഉണ്ട്, ഫൈനാൻഷ്യൽ സിസ്റ്റംസ് ഉണ്ട്, സ്പിരിച്വൽ സിസ്റ്റംസ് ഉണ്ട്. തലമുറകൾക്ക് മുകളിൽ തുറന്നു വച്ച ഓപ്പൺ ഡോറുകളുണ്ട്. അത് നെഗറ്റീവുമുണ്ട്, അത് പോസിറ്റീവുമുണ്ട്. ഒരു സമയമാവുമ്പോൾ ആരും അറിയാത്ത രീതിയിൽ ഈ ആള് പൊങ്ങിപ്പോകുന്ന കാണാം. അല്ലെങ്കിൽ ഒരു സമയമാവുമ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന ഡോറ് നെഗറ്റീവ് ആണെങ്കിൽ നേരെ താഴോട്ട് പോകുന്നത് കാണാം. കൂടെ ഓടി വന്നവരൊക്കെ മുന്നിൽ പോകുമ്പോഴും നമ്മൾ ഒത്തിരി പിന്നിലായെന്ന് നമുക്ക് തോന്നാം. ഹല്ലേലൂയ. ദൈവിക സിസ്റ്റങ്ങളെ തിരിച്ചറിയുക, ദൈവിക പദ്ധതിയെ തിരിച്ചറിയുക. ദൈവം ഒരു കാര്യം നിർമ്മിച്ചതിന് ശേഷം മാറി നിൽക്കുകയും അത് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പുത്രന്മാരായി വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുടെയും പദ്ധതി എന്നുള്ളത് ദൈവികമായ സിസ്റ്റങ്ങളെ ക്രിയേറ്റ് ചെയ്യുക. തലമുറകൾക്കപ്പുറത്ത് കാണുന്ന ചില സിസ്റ്റങ്ങളെ ക്രിയേറ്റ് ചെയ്യുക, ചില ഘടനകളെ ക്രിയേറ്റ് ചെയ്യുക. തലമുറകൾ അനുഭവിക്കുന്ന നന്മകൾക്ക് വേണ്ടിയിട്ട് ചില സിസ്റ്റങ്ങളെ ക്രിയേറ്റ് ചെയ്യുക.
നീ പ്രാർത്ഥിച്ച് തുറന്നു വെച്ച ചില ഡോറ്, നീ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ആരാധന വെറുതെ അല്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞാലും ശക്തിയോടെ പറയണം. കാരണം അത് നിന്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ പോലും തൊടുന്ന രീതിയിൽ ഇന്ന് പകൽ നീ ചിലത് തുറന്നു വെക്കുകയാ. ഇന്ന് പകൽ ചിലതിനെ തുറക്കാൻ നിനക്ക് കഴിയും. തുറക്കാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. ദൈവിക സിസ്റ്റങ്ങളെ തിരിച്ചറിയുക. ഒരു വാക്യം കൂടെ വായിക്കാം. റോമർക്ക് എഴുതിയ റോമർ 8:19-20 വാക്യങ്ങൾ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിന്റെ അകത്തുനിന്ന് വരുന്ന പുതിയ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ലോകം വെയിറ്റ് ചെയ്യുകയാണ്. അടുത്ത വാക്യോടെ ഒന്ന് വായിച്ചാട്ടെ. ആ സൃഷ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവപുത്രന്മാരുടെ മരണമില്ലാത്ത വെളിപ്പാട് കേൾക്കാൻ വേണ്ടി നീ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സൃഷ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിന്റെ ആത്മാവിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ചലനങ്ങൾക്കനുസരിച്ച് നീ മൂവ് ചെയ്യുമ്പോ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത, നീ കടന്നുപോയ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നീ കടന്നുപോയ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഉത്തരങ്ങളുമായിട്ട് നീ എഴുന്നേക്കാൻ പോകുക. നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ ചോദ്യങ്ങൾ നിർത്തരുത്. ചില മറുപടിയുമായിട്ട് നീ എഴുന്നേക്കാൻ പോകുക. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ വ്യക്തികൾ കണ്ടിട്ടില്ലാത്ത ചില ഘടനകളെ ക്രിയേറ്റ് ചെയ്യാൻ, ചില ഘടനകളെ ക്രിയേറ്റ് ചെയ്യാൻ, ചില ഘടനകളെ ക്രിയേറ്റ് ചെയ്യാൻ എഴുന്നേറ്റാട്ടെ, എഴുന്നേറ്റാട്ടെ, എഴുന്നേറ്റാട്ടെ. മരണമില്ലാത്ത തേജസ്സിന്റെ സിസ്റ്റങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ, തേജസ്സിന്റെ ഘടനകളെ ക്രിയേറ്റ് ചെയ്യാൻ, തേജസ്സിന്റെ ഘടനകളെ ക്രിയേറ്റ് ചെയ്യാൻ, തേജസ്സിന്റെ ഘടനകളെ ക്രിയേറ്റ് ചെയ്യാൻ. ഇതൊരു വേക്കപ്പ് കോൾ ആണ്. നിന്റെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നീ സ്റ്റോപ്പ് ആവരുത്. നീ എഴുന്നേറ്റ് നിന്നാട്ട് ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ചിലതിനോട് നീ സംസാരിക്കുകയും നിന്റെ മുമ്പിൽ വഴികൾ തുറക്കുകയും ചെയ്യും. നാളുകളായിട്ട് നീ വെയിറ്റ് ചെയ്യുന്ന ചില പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് പകൽ കർത്താവ് തരിക. മറുപടി വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. നീ പതറരുത്, നീ പതറരുത്. നാച്ചുറൽ അല്ലാത്ത ചിലതിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ, നാച്ചുറൽ അല്ലാത്ത ചിലതിനെ ഇവിടെ വരച്ചെടുക്കാൻ, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത കാലഘട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് നിന്റെ പേരിനെ കേൾക്കത്തക്ക രീതിയിൽ ദൈവവുമായിട്ട് സന്ധി ചേർന്ന് ചിലതിന് നിനക്ക് ഇവിടെ വരച്ചെടുക്കാനുണ്ട്. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നു, അവൻ അബ്രഹാമിന്റെ ദൈവം, അവൻ ഇസ്ഹാക്കിന്റെ ദൈവം, അവൻ യാക്കോബിന്റെ ദൈവം. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവം അത്രേ. അതെന്തോ കർത്താവേ, അതെന്തോ പരിപാടിയാ. അബ്രഹാം മരിച്ചു പോയെന്ന് വചനം പറയുന്നു, ഇസ്ഹാക്ക് മരിച്ചു പോയെന്ന് വചനം പറയുന്നു, യാക്കോബ് മരിച്ചു പോയെന്ന് വചനം പറയുന്നു. പക്ഷെ യേശു പറയുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ അബ്രഹാമിന്റെ ദൈവം അത്രേ, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവം അത്രേ, ഞാൻ യാക്കോബിന്റെ ദൈവം അത്രേ. അവര് ക്രിയേറ്റ് ചെയ്തത് ഒരു ചിത്രമാണ്, ഒരു ഘടനയാണ്. അവരുടെ ലൈഫ് വച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ചിത്രമാണ്.
ആ ചിത്രത്തിനെ കാലഘട്ടത്തിന് മറയ്ക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ശരീരം ദൈവ പദ്ധതി കഴിഞ്ഞതിന് ശേഷം മണ്ണിലേക്കും നമ്മുടെ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കും പോകും. പക്ഷെ വർഷം തോറും ഹല്ലേലൂയ മഴവെള്ളം പൊങ്ങി വരുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കും ഈ വർഷം ഈ വെള്ളം ഇത്രയും പൊങ്ങിയെന്ന്. അതേ രീതിയിൽ നിന്റെ ലൈഫ് കൊണ്ട് കാലഘട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് കാണത്തക്ക ചിലത് നീ മാർക്ക് ചെയ്യാൻ പോകുക. ഒരുപക്ഷെ സമയമാവുമ്പോൾ നിന്റെ ആത്മാവ് ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കും, സമയമാവുമ്പോൾ നിന്റെ ശരീരം യേശു വന്നില്ലെങ്കിൽ മണ്ണിലേക്കും. പക്ഷേ നീ വരച്ചു വെച്ച സോള് തലമുറകൾക്കപ്പുറത്തേക്ക് കാണാൻ പോകുക. ഗാന്ധി എന്നൊരു പേര് തലമുറകൾക്കപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നത് പോലെ, അബ്രഹാം എന്ന് പറയുന്ന പേര് തലമുറകൾക്കപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നത് പോലെ, ശരീരം നഷ്ടപ്പെട്ടതിനെ അല്ല, ആത്മാവ് പോയതിനെ അല്ല, ഇന്നും ജീവനോടെ നിൽക്കുന്നത് ചിലത് ചെയ്യുവാൻ ദൈവം ചിലരെ ഇതിനകത്തു നിന്ന് വിളിക്കുക. കാലഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ചില ചിത്രങ്ങളെ, ആർക്കും മായ്ക്കാൻ കഴിയാത്ത ചില ചിത്രങ്ങളെ വരയ്ക്കാൻ ഹല്ലേലൂയ, അങ്ങനെ ചില ചിത്രങ്ങളെ ചില വരയ്ക്കാൻ പോകുക. തീർന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്ന് ഹല്ലേലൂയ, ഇല്ലില്ല നിന്റെ അസൈൻമെന്റ് കഴിഞ്ഞിട്ടില്ല. ഒരു ജോലിയിൽ നിന്ന് റിട്ടേൺ ആയി അല്ലെങ്കിൽ റിട്ടയർഡ് ആയി എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കുന്നുണ്ടായിരിക്കും. ഇല്ല, നിന്റെ പ്രായം അല്ലല്ല, നിന്റെ അസൈൻമെന്റ് കഴിഞ്ഞിട്ടില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ അസൈൻമെന്റ് കഴിഞ്ഞിട്ടില്ല. തലമുറകൾ പറയണം, എന്റെ അപ്പച്ചൻ എന്റെ വല്യപ്പച്ചൻ അന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടാ ഞങ്ങളുടെ തലമുറ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയത്തക്ക രീതിയിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങളെ വരയ്ക്കുവാൻ ദൈവമഹത്വം ചിലരുടെ മേൽ വെളിപ്പെടട്ടെ. ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിത്രങ്ങളെ വരയ്ക്കാൻ ഒരുത്തന്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒരു ചിത്രത്തെ കൊടുത്തു. അടുത്ത സെക്കൻഡിൽ അസൂയയുടെ ആത്മാവ് തന്റെ സഹോദരന്മാരിൽ കൂടെ തനിക്കെതിരെ എഴുന്നേറ്റ് നിന്നു. ആ അസൂയയുടെ ആത്മാവിന് ഇവനെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഏതിനെ? ദൈവം കൊടുത്ത ചിത്രത്തെ. ആർക്കും മായ്ക്കാൻ കഴിയാത്ത ചിത്രത്തെ വാങ്ങിച്ചാട്ടെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. ദൈവമേ, എന്നെ കൊണ്ടുള്ള പദ്ധതി എന്തുവാ, എന്നെ കൊണ്ടുള്ള പ്ലാൻ എന്തുവാ, അതാർക്കും മായ്ക്കാൻ കഴിയത്തില്ല. അടുത്തതായിട്ട് പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ലെസ്റ്റിന്റെ ആത്മാവ് അവനെതിരെ തിരിഞ്ഞു. അവന്റെ അകത്തെ വിഷനെ കെടുത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം സഹായിക്കാമെന്ന് പറഞ്ഞവർ പറഞ്ഞു, മറന്നുപോയി. ഓർത്തോണം, അതാണ് സമയം. ദൈവത്തിന്റെ പ്രവൃത്തി അടുത്ത് കാണാൻ പോകുക. എപ്പോഴാ? സഹായിക്കാമെന്ന് പറഞ്ഞവര് മറന്നു പോകുന്ന സാഹചര്യം. സഹായിക്കാമെന്ന് പറഞ്ഞവര് മറന്നു പോകുന്ന സമയം ദൈവപ്രവൃത്തി കാണാൻ പോകുക. അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയ ഒരു വാക്കുണ്ട്. ജോസഫ് തന്റെ സഹോദരന്മാർ വന്ന് തന്റെ മുമ്പിൽ മുട്ടുമടക്കിയ സമയം താൻ കരഞ്ഞുപോയി. വേറെ എങ്ങും താൻ കരഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല. കാരണം പറഞ്ഞവൻ വിശ്വസ്തനാണെന്നും ദൈവം വിശ്വസ്തനാണെന്നും അവൻ ഒരിക്കലും വാക്ക് മാറ്റത്തില്ലെന്നും കണ്ടിട്ട് അവന്റെ ഹൃദയം നിറഞ്ഞു, അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇന്ന് ദൈവ പദ്ധതി കണ്ടിട്ട്, ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ട്, അതിന്റെ പൂർത്തീകരണം കണ്ടിട്ട് നമ്മുടെ കണ്ണുകൾ നിറയട്ടെ. നമ്മുടെ സാഹചര്യത്തെ കണ്ടിട്ടല്ല, നമ്മുടെ അവസ്ഥകളെ കണ്ടിട്ടല്ല. ഈ ഡീമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിശാച്, ഭൂതം എന്നൊന്നും നമുക്ക് പറയാം, വെറും സ്പിരിറ്റ്സ്, നെഗറ്റീവ് സ്പിരിറ്റ്സ്. ഇവര് ഒരു നല്ല ഡയറക്ടറാണ്. ആമേൻ. ഈ ഫിലിം
നിർമ്മിക്കുന്ന ഡയറക്ടർമാരുണ്ടല്ലോ, അതിനേക്കാൾ നല്ല ഡയറക്ടർമാരാണിവർ. ഇവര് നമ്മുടെ മുമ്പിൽ ചില ചിത്രങ്ങളെ വരയ്ക്കും, നമ്മളോട് പറയും ഒരിക്കലും നടക്കത്തില്ലെന്ന്. ആക്ച്വലി ഇവർ നമ്മുടെ അകത്ത് തന്നെ വെറും ചിത്രങ്ങൾ മാത്രമാണിത്. ദൈവം പറയുന്നത് മാത്രമേ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നടക്കത്തുള്ളൂ. വേറെ അതിനെതിരായിട്ട് ഒന്നും തന്നെ നടക്കത്തില്ല. അത് നമ്മൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവിക ഘടനകളെ പണിയുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്? അബ്രഹാം ദൈവ ശബ്ദം കേട്ടിട്ട് അവന്റെ ഇന്ദ്രിയങ്ങൾ കൊടുത്ത റിപ്പോർട്ടുകൾക്കുപരിയായി അവൻ കാല് വെച്ച് ദൈവ ശബ്ദത്തെ അനുഗമിക്കുന്ന സാഹചര്യത്തിൽ ഇവന്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ പറഞ്ഞു നടക്കത്തില്ല, കഴിയത്തില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് അബ്രഹാം ദൈവം പറഞ്ഞത് കാണുവാൻ ഇടയായി തീർന്നു. ഇന്നും അത് തന്നെയല്ലേ നമ്മുടെ പ്രശ്നം? നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളോട് പറയുന്നത് ഉപരിയായി, മെഡിക്കൽ റിപ്പോർട്ടിനുപരിയായി ദൈവം പറയുന്ന വാഗ്ദത്തം, ദൈവം പറഞ്ഞ ദൈവശബ്ദം, ഇതിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഒരു ചോദ്യം: അപ്പാ, യാഗത്തിനുള്ള മൃഗം എവിടെ? ഞാനാണെങ്കിൽ കൊച്ചിനെയും കെട്ടിപ്പിടിച്ച് കലഞ്ഞ് കണ്ണുനീരും വന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ അവിടെ ഇരുന്നേനെ ഞാനായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. പിന്നെ നടന്നു. ദൈവം കരുതിക്കൊള്ളും. ഞാൻ വിശ്വസിക്കുന്നു അവന്റെ ഹൃദയത്തിനകത്ത് അപ്പം വലിയ ആളാണെന്നറിയാം, അവൻ ദൂതന്മാരുമായിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആളാണെന്നറിയാം. അപ്പം പറയുന്നത് ശരിയായിരിക്കും, ദൈവം കരുതിക്കൊള്ളും. അവന്റെ അകത്ത് ജസ്റ്റ് ഒരു ഒന്നും എഴുതാത്ത സ്ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബോർഡിൽ എഴുതുന്നത് പോലെ എഴുതി, എന്ത്? ദൈവം കരുതിക്കൊള്ളും. ഇവൻ കണ്ടു മലയുടെ മുകളിൽ ദൈവം കരുതുന്നത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് കാണിച്ചാൽ കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവം കരുതുമെന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, ഒരു മൊബൈലിന്റെ അല്ലെങ്കിൽ ഒരു സ്വിച്ചിന്റെ അപ്പുറത്ത് അടുത്ത ലോകത്തിന്റെ അങ്ങേ അറ്റം വരെ ചെല്ലാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു നമുക്ക് എപ്പോഴും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞു കൊടുക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. ദൈവം കരുതുന്നത് താൻ ആ മലയുടെ മുകളിൽ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം എഴുതിയിരിക്കുക, ആ ആണ്ടിൽ ക്ഷാമം ഉണ്ടായിരുന്നു. ആ ആണ്ടിൽ ഇസ്ഹാക്ക് വിതച്ചു, 100 മേനി ഫലം കൊയ്തു. ഇമാജിൻ ചെയ്യാം, അവൻ വിതയ്ക്കാൻ പോവുകയാണ്. അവന്റെ തലയിൽ ഒരു കൊട്ടയുണ്ട്, അതിനകത്ത് വിത്തുണ്ട്. അവന്റെ ഇന്ദ്രിയങ്ങൾ കാണുന്നത് ക്ഷാമമാണ്, കൂട്ടുകാര് പറയുന്നത് ക്ഷാമമാണ്, സഹോദരന്മാർ പറയുന്നത് ക്ഷാമമാണ്. ഇത്രയും റിപ്പോർട്ട് കിട്ടിയിട്ടും ഇസ്ഹാക്ക് നീ എന്തുകൊണ്ട് വിതച്ചു? കാരണം ഇതുവരെ ഭൂമി കണ്ടിട്ടില്ലാത്ത ഒരു വെളിപ്പാടിന് വേണ്ടി ഭൂമി വെയിറ്റ് ചെയ്യുക. നമ്മൾ വായിച്ച വചനത്തിലെ പോലെ ഭൂമി വെയിറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരാളുടെ ദൈവപുത്രന്റെ വെളിപ്പാടിന് വേണ്ടി. ഇന്ദ്രിയങ്ങൾ പറയുന്ന റിപ്പോർട്ടിനുപരിയായി ഭൂമി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവൻ വരാൻ വേണ്ടി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അടുത്ത ദൈവം തന്ന മൂവിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞ ശബ്ദം പറയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ.
ഇവന്റെ ഹൃദയത്തിനകത്ത്, ഇവന്റെ അകത്തെഴുതിയത് ദൈവം കരുതിക്കൊള്ളും. ഇവന്റെ ഇന്ദ്രിയങ്ങൾക്കകത്തൂടെ ഇവന്റെ അകത്തേക്ക് ചെല്ലുന്ന റിപ്പോർട്ടിനുപരിയായി ഒരു ശബ്ദം ഹൃദയത്തിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുക. ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. കാണുന്നത് എന്തുവാ? ക്ഷാമമാ. കേൾക്കുന്നത് എന്തുവാ? പരിഹാസമാ. പക്ഷെ അകത്ത് നിന്ന് ദൈവം കരുതി. പറഞ്ഞവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ വിശ്വസ്തൻ. ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. ഒരു ഹൃദയ സ്പന്ദനത്തിനൊപ്പം തന്നെ അവന്റെ ഇന്ദ്രിയങ്ങൾക്കുപരിയായി അവൻ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം കരുതിക്കൊള്ളുമെന്നേ. അവനൊരു ഘടന ക്രിയേറ്റ് ചെയ്തു. ഇന്നും അതുകൊണ്ട് ജീവനുള്ളവർ ലിസ്റ്റ് എടുത്തപ്പോ ഇസഹാക്ക് അവൻ ജീവനുള്ളവരുടെ ദൈവം. മരണത്തിന്റെ റിപ്പോർട്ടിനകത്ത് ജീവന്റെ വിത്തുമായിട്ട് മരണം പറയാൻ എല്ലാവരും പറയും, എല്ലാവർക്കും കഴിയും. കൂടെ പറയുന്നവരുടെ കൂടെ പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ വ്യത്യസ്തമായിട്ട് ദൈവ ശബ്ദത്തെ അനുസരിച്ചുകൊണ്ട്, വ്യത്യസ്തത വേണമെന്നുള്ളത് കൊണ്ട് വ്യത്യസ്ത അല്ല, ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് വ്യത്യസ്തതയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരോട് പറയാൻ പറയുന്നു, ദൈവം കരുതിക്കൊള്ളും. ദൈവം പറഞ്ഞ ശബ്ദത്തിന്റെ പുറകെ അബ്രഹാം നടന്നു കയറിയത് കൊണ്ട് അവൻ നടന്നു കയറിയ അതേ സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിന്ന് ദൈവം കരുതിയത് നടന്നു കയറുന്നത് അവൻ കാണുവാനിടയായി തീർന്നു. നിന്റെ മലയുടെ മുകളിൽ നിനക്കൊരു നെഗറ്റീവ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. നീ ദൈവത്തെ വിശ്വസിച്ചിട്ടാണ് ചലിച്ച് തുടങ്ങിയതെങ്കിൽ, നിനക്ക് ക്യാൻസർ ഇല്ലാതിരിക്കുന്ന ചില മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നീ നടന്നു കയറുന്ന മലയുടെ മുകളിൽ നിന്റെ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടത്തില്ല. ഒരു നെഗറ്റീവ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. കാരണം പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഒരു ഏഞ്ചലിക് പോർട്ടൽ അവിടെ ഓപ്പൺ ആകുക. ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങുക. ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. അദ്ദേഹം നമ്മളെ നമ്മുടെ മലകളിൽ നിൽക്കുവാൻ സഹായിക്കും. നമ്മൾ നമ്മുടെ മലകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവസഹായം വെളിപ്പെടുന്നത്. അതായത് പരിശുദ്ധാത്മാവ് ദൈവമല്ലെന്നല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ സഹായിക്കുകയും നമ്മൾ മുന്നോട്ട് എല്ലാം ചെയ്തു തരും. നമ്മൾ ഇരിക്കുകയല്ല, പരിശുദ്ധാത്മ സഹായത്താൽ നമ്മൾ കാല് വെച്ച് ആ മലയുടെ മുകളിൽ കയറുമ്പോൾ മലയുടെ മുകളിൽ വെച്ച് ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുകയാണ്. അവിടെ വെച്ചാണ് നീ ഏഞ്ചലിനെ മീറ്റ് ചെയ്യുന്നത്. ഏഞ്ചൽസ് എന്ന് പറയുന്നത് അവര് ഭൂമിക്ക് പുറത്തു നിന്ന് വരുന്നവരാ. അവർക്ക് റൂട്ടുകളുണ്ട്. സമയവുമായിട്ട് ബന്ധപ്പെട്ടും സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയുള്ള റൂട്ടുകൾ തുറന്നു വെക്കാൻ പറ്റും. നിനക്ക് നീ ഒരു റൂട്ട് തുറന്നാൽ അത് നിന്റെ തലമുറ വരെ ചെല്ലും. ഏഞ്ചലിക് റൂട്ടുകൾ അങ്ങനെ തുറന്നു വെക്കാൻ പറ്റും. പക്ഷെ നീ മല കയറണം. പരിശുദ്ധാത്മാവ് നിന്നെ മല കയറാൻ സഹായിക്കും. മല കയറുന്ന സമയത്ത് ചില പ്രശ്നമാ. മല കയറുന്ന സമയത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും. മല കയറുന്ന സമയത്ത് കയറാൻ ഇച്ചിരി പാടാണ്. ഫിലിപ്പോസ് പോയതുപോലെ, ഫിലിപ്പോസ് നടന്നോടാ എന്തുവാ എന്ന് ചോദിച്ചില്ല, മരുഭൂമിയിൽ പോയി നടന്നു. അടുത്തത് അവനെ ഏറ്റവും അവസാനം ഒബേ ചെയ്ത് അനുസരിച്ച് അടുത്ത ലെവലിൽ അവനെ എടുത്തു കൊണ്ടുപോയി.
എന്തോ കാണുന്നേ ഒന്നും കാണുന്നില്ല, എന്തോ റിപ്പോർട്ട് ഒന്നും കാണുന്നില്ല. പക്ഷെ ചെന്ന് നടന്നപ്പോൾ അടുത്തത് കണക്ട് ചെയ്ത് ഡിവൈൻ ഓപ്പൺ ആയി. അങ്ങനെയുള്ള ചില ഡോറുകൾ നമുക്ക് തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് തുറക്കാൻ പറ്റും. അത് സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശീലോഹാം എന്ന് പറഞ്ഞത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടും സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ പ്രത്യേക സമയത്ത് പ്രത്യേക സ്ഥലത്ത് പ്രത്യേകതയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നീ അറിയാതെ ചാർജ് ആവും. നീ പ്രാർത്ഥിക്കുന്ന ചില സമയത്തിന് പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ചില ഏഞ്ചൽസ് നിന്റെ അടുക്കൽ കടന്നു വരും. അത് നിന്നെ റിജുവിനേറ്റ് ചെയ്യും. Yes. Hallelujah. പക്ഷെ പരിശുദ്ധാത്മ സഹായത്താൽ നീ ഈ മല കയറണം. Hallelujah. ചിലര് പരിശുദ്ധാത്മാവിന്റെയും ദൂതന്മാരുടെയും ശുശ്രൂഷ ഇന്ന് പകൽ തുറക്കുകയാണ്. ചില ഡോറുകൾ തുറന്നിടാൻ പറ്റും. അബ്രഹാം യാഗം കഴിച്ച സ്ഥലത്ത് വന്നപ്പോ ഓടിപ്പോയി രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു യാക്കോബിന്റെ പ്ലാൻ. പക്ഷെ ആ സ്ഥലത്ത് വന്നപ്പോ പെട്ടെന്നൊരു എൻകൗണ്ടർ ഉണ്ടായി. ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാകുകയും താനൊരു സ്വപ്നം കാണുകയും ചെയ്യുകയാണ്. ആ സ്വപ്നം കാണുമ്പോൾ അവിടെ ഒരു ഗോവേണിയും, ആ ഗോവേണിയുടെ ഒരഞ്ച് ഭൂമിയിലും ഒരഞ്ച് സ്വർഗസിംഹാസനം ഇരിക്കുന്ന സ്ഥലത്തും അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ എടുത്ത മെസ്സേജ് മാറ്റി വെച്ചിട്ട് ഒരു ഫ്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ. ഈ ഒരു എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. പെട്ടെന്ന് അവന്റെ ചിന്ത മാറി. അവൻ പറഞ്ഞു, ഞാനൊരു ആലയം ഇവിടെ പണിയും. പാസ്റ്റർ ജോയൽ ഓസ്റ്റിൻ ഇന്ന് അമേരിക്കയിലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും 25 ലക്ഷത്തോളം ആളുകൾ സംതിങ് കൂടുന്ന ചർച്ചിന്റെ പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ജോൺ ഓസ്റ്റിൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഭവനത്തിനകത്ത് എല്ലാ റൂമുകളിലും ഇങ്ങനെയുള്ള ഡോറുകൾ തുറന്നിടും. കാരണം എൻ്റെ മകൻ ഇതിനകത്ത് എവിടെങ്കിലും കയറിയാൽ അവൻ ചാർജ് ആവണം. നമുക്ക് തുറന്നിടാൻ പറ്റും തലമുറകൾക്ക് വേണ്ടി. മോനെ അത് ചെയ്യലടാ, അങ്ങനെ പോലടാ, ഇങ്ങനെ പോലടാ, അങ്ങനല്ല. ഇവൻ നിന്റെ വീടിനകത്ത് വരുമ്പോഴേ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് വിട്ടുപോയിട്ട് അവൻ പുതുക്കത്തിന്റെ ആത്മാവിന്റെ ബലത്തോടെ അങ്ങനെയുള്ളത് തുറന്നിടണം. അങ്ങനെയുള്ള തുറന്നിടണം. വെറും കഥയല്ല, ഇത് ചിലരുമായിട്ട് ബന്ധപ്പെട്ട് തുറക്കാൻ പോവുകയും. ഹല്ലേലൂയ. ഇവൻ ഈ ദർശനം കണ്ടു. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് യാബോക്ക് എന്ന കടവിൻ്റെ അവിടെ ആയപ്പോൾ അങ്ങേപ്പുറത്ത് ചെന്ന് ആ ദേശത്തിനപ്പുറം, അതായത് ഇന്നത്തെ നാട്ടിൽ നമ്മൾ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ച് പണമൊക്കെ ആയി വീടൊക്കെ വെച്ച് വെക്കാനുള്ള സെറ്റപ്പുമായിട്ടൊക്കെ തിരിച്ചു വരുന്ന രീതിയിൽ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കേസുള്ള പോലെ ഈ കേസ് ഇവനെ മുന്നോട്ട് ജീവിക്കാൻ വിടാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതാണ് യാക്കോബുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യം. ഇവൻ ഭയന്നിട്ട്, ഇവന്റെ ജ്യേഷ്ഠനെ ഭയന്നിട്ട് ഇവന്റെ കൂടെയുള്ള കൂട്ടത്തെ, അവന് അനുഗ്രഹം ഇഷ്ടം പോലെയുണ്ട്. ദൈവം അവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹമല്ല അവന്റെ വിഷയം. ഇവന്റെ മുമ്പിൽ ഇവനെ അടുത്ത ലെവലിലേക്ക് കയറാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാദമാണ്, ഒരു വെല്ലുവിളിയാണ് ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു തിരിവ് അവൻ ഉണ്ടാകണം. കാരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം ഉണ്ട്. പക്ഷേ ഒരു വെല്ലുവിളി, ഒരു രോഗമായിക്കൊള്ളട്ടെ, ഒരു ഭാരമായിക്കൊള്ളട്ടെ, ഒരു കോർട്ട് റിപ്പോർട്ട് ആയിക്കൊള്ളട്ടെ, എന്തായാലും അവിടെ വെച്ച് അത് തിരിയാൻ പോവാ. ഇവന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ പഴയ സ്വപ്നം അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ആ സ്വപ്നത്തിൽ സ്വർഗം മുട്ടുന്ന ഒരു ഗോവേണി, ആ ഏണിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവം അവനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അവനൊരു കാര്യം ചെയ്തു. തൻ്റെ കൂടെയുള്ള കൂട്ടത്തെ രണ്ടായി തിരിച്ചതിന് ശേഷം അവരെ അക്കരയ്ക്ക് വിട്ടിട്ട് താൻ ഒറ്റയ്ക്കായി
താൻ കണ്ട ഈ സ്വപ്നത്തിലേക്ക് താൻ തിരിച്ചു വരികയാണ്. അവനൊരു ഏഞ്ചലുമായിട്ട് മല്ല് പിടിക്കാൻ തുടങ്ങി. അവൻ നിന്നത് അവന്റെ മലയുടെ മുകളിലാണ്. അപ്പം നിന്ന അതേ ചോദ്യം ഇതോടെ തന്റെ തലമുറയും തന്റെ ജീവിതവും നഷ്ടമാകുമോ എന്ന് ചോദിച്ച് അതേ പോയിന്റിലാണ് നിൽക്കുന്നേ. പക്ഷെ അവൻ അവിടെ മുട്ടുമടക്കിയിട്ട് അവന്റെ മനസ്സിലേക്ക് ആ സ്വപ്നം കടന്നു വന്നു. അവൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അവൻ മല്ല് പിടിച്ചു തുടങ്ങി. അവിടെ വെച്ച് അവന്റെ പേര് തിരിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളായി തീരട്ടെ. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലങ്ങളായി, ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലങ്ങളായി, ചില ഡിവൈൻ എൻകൗണ്ടറുകൾ ലൈഫിനെ തിരിക്കുന്ന ചില ഡിവൈൻ എൻകൗണ്ടറുകൾ ലൈഫിൽ സംഭവിക്കത്തക്ക രീതിയിൽ, നിന്റെ ജീവിതത്തിന്റെ പേരുകളെ മാറ്റപ്പെടുന്ന രീതിയിൽ, ദൈവമഹത്വം നിന്റെ ലൈഫിനകത്ത് ചലിക്കത്തക്ക രീതിയിൽ, ലൈഫിനെ ചുരുക്കത്തക്ക രീതിയിൽ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ. യേശു വന്നി എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. ഒരിക്കൽ കൂടെ, എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയോ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു ഹൃദയത്തിൻ വാതിൽ തുറക്കാം. യേശുവേ ജീവനാഥനായ എന്നുള്ളത്തിൽ. യേശുവേ ഹൃദയത്തിൻ വാതിൽ തുറക്കാം.
യേശുവേ ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ നീലഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം എൻ രക്ഷകനേ നിന്നിലഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. ശബ്ദത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു പറയുകയാണ്, നഥനയേലിനോട് പറയുകയാണ്, നീ ഇതല്ല, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ നിനക്കുണ്ടാകാൻ പോവുകയാണ്. ദൈവപുത്രത്വത്തിന്റെ ഏറ്റവും ഉള്ള അവകാശം എന്ന് പറഞ്ഞ ദൂതന്മാർ നിന്നെ അനുസരിക്കുമെന്നുള്ളതാണ്. ദൂതന്മാർ ചിലരെ അനുസരിക്കാൻ പോവുകയാണ്. നിന്റെ വാക്കിന്റെ അനക്കത്ത് ദൂതന്മാർ ചലിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് നിന്റെ മനസ്സ് സ്വർഗസിംഹാസനം ഇരിക്കുന്ന റൂമിനകത്ത് എൻ്റർ ആവണം. ഒരുപക്ഷെ നീ ഇവിടെയായിരിക്കുന്നതെങ്കിലും നിന്റെ മനസ്സിന്റെ ഒരു എൻഡ് സ്വർഗസിംഹാസനം ഇരിക്കുന്ന റൂമിനകത്തേക്ക് സിംഹാസനം ഇരിക്കുന്ന റൂമിനകത്ത് കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ രാജാവിന്റെ അനുവാദമില്ലാതെ സിംഹാസനം ഇരിക്കുന്ന റൂമിനകത്ത് കയറി ചെന്നെങ്കിൽ രാജാവ് നിന്റെ നേരെ അവന്റെ കയ്യിലിരിക്കുന്ന രാജകീയ ദണ്ഡ് കാണിക്കണം, അല്ലെങ്കിൽ നീ കൊല്ലപ്പെടും. ദൈവസിംഹാസനം ഇരിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലാനുള്ള അനുവാദം യേശുവിലൂടെ നമുക്ക് ലഭിച്ചതാണ്. 128 സംസ്ഥാനങ്ങളിലേക്കും യഹൂദന്മാർക്കെതിരെയുള്ള റിപ്പോർട്ട് സാധാരണ അഞ്ചൽക്കാൽ വഴി കൊടുത്തുവിട്ട സാഹചര്യത്തിൽ എസ്തേർ രാജസിംഹാസനം ഇരിക്കുന്ന റൂമിൽ കടന്നു ചെല്ലുകയും അവിടെ വച്ച് രാജാവിന്റെ തീരുമാനത്തെ തിരിക്കുകയും രാജകീയ ത്വരകങ്ങളുടെ മേൽ കേറിയോടുന്ന ദൂതന്മാർ, രാജാവിന്റെ കുതിരകളുടെ മേൽ കേറിയോടുന്ന ദൂതന്മാർ, നിനക്കെതിരെ സംസാരിച്ച റിപ്പോർട്ടുകൾ ചലിക്കുന്നതിനുപരിയായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുമായിട്ട് ഇന്ന് പകൽ ചലിച്ചു തുടങ്ങിയാണ്. കർത്താവിന്റെ ദൂതന്മാർ ഇതിനകത്ത് മൂവ് ആവുന്നു. ചിലരെ തൊടുകയാണ്, ചിലരെ തൊടുകയാണ്. ജീവനകാല രക്ഷസ്യം തന്നെ. ദൂതന്മാർ ചലിക്കട്ടെ, ദൂതന്മാർ ചലിക്കട്ടെ, ഏഞ്ചൽസ് മൂവ് ചെയ്യട്ടെ. ഹയർ റാങ്കിലുള്ള ഏഞ്ചൽസ് ഇതിനകത്ത് ചലിക്കുന്നു.
ലാമാന ശാന്തല റിപേമാന ശാന്തലേ. കർത്താവിന്റെ ദൂതന്മാർ ഇതിനകത്ത് ചലിക്കുന്നു. കർത്താവിന്റെ ദൂതന്മാർ ഇതിനകത്ത് ചലിക്കുന്നു. നിന്റെ യാഗപീഠത്തിന്റെ മേൽ ദൂതന്മാർ ഇറങ്ങുകയാ. നിന്റെ പ്രാർത്ഥനാ വിഷയം അവിടെ എടുത്തു വച്ചാട്ടെ. അതിന്റെ മേൽ കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങുകയാ. യാഗപീഠങ്ങളെ നിർമ്മിക്കുക. യാഗപീഠങ്ങളെ നിർമ്മിക്കുക. യാഗപീഠങ്ങളെ നിർമ്മിക്കുക. Hallelujah. നിന്റെ ഫോക്കസ്, നിന്റെ ശ്രദ്ധ സിംഹാസനം ഇരിക്കുന്ന റൂമിൽ കൊണ്ടുവന്ന് വെക്കുക. അതിനാദ്യമേ നിന്റെ ഹൃദയത്തിനകത്ത് നീ റൂം ക്രിയേറ്റ് ചെയ്യണം. ദൈവത്തെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നിനക്ക് വേണം. അത് ഗിദെയോൻ ഉണ്ടായിരുന്നു. ഗിദെയോൻ ചോദിച്ച ചോദ്യം ഇതാണ്: ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് സംഭവിക്കുമായിരുന്നു. ദൈവത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഗിദെയോൻ ഉണ്ടായിരുന്നു. ദൂതൻ പറയുകയാണ്, ഈ ബലത്തോടെ പോകാൻ. ഏത് ബലത്തോടെ? ദൈവത്തെ കുറിച്ചുള്ള ബോധ്യത്തോടെ. നിന്റെ പ്രശ്നങ്ങളോട് നീ സംസാരിച്ചു തുടങ്ങണം നിന്റെ ദൈവത്തെ കുറിച്ച്. ഇപ്പൊ നേരെ തിരിച്ചാ. പ്രശ്നത്തെ കുറിച്ച് നീ ദൈവത്തോട്, കർത്താവേ എനിക്ക് ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രതികൂലമുണ്ട്, ഇങ്ങനെ പറയുന്നേ. പക്ഷേ നിന്റെ പ്രശ്നത്തോട് സംസാരിക്കുക, എന്റെ ദൈവം കടലിനെ വിഭജിച്ചവനാ, ചെങ്കടലിനെ പിളർന്നവനാ. സംസാരിച്ചു തുടങ്ങിയാട്ടെ. സംസാരിച്ചു തുടങ്ങിയാട്ടെ. നിന്നിലുള്ള പുത്രത്വം പുറത്തു വരട്ടെ. നിന്നിൽ നിന്ന് പുത്രത്വത്തിൽ നിന്ന് വരുന്ന വാക്ക് കേൾക്കാൻ വേണ്ടി ഭൂമി വെയിറ്റ് ചെയ്യുകയാ. നിന്നിൽ നിന്നുള്ള വെളിപ്പാട് കേൾക്കാൻ വേണ്ടി ലോകം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദ ബെസ്റ്റ് നിന്നിൽ നിന്ന് പുറത്തു വരാൻ പോവാ. Hallelujah. Hallelujah. Thank you, Jesus. ഞാൻ ഈ കർത്താവിന്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്ത് കയറി വന്ന ഏറ്റവും ബാക്കിൽ നിന്നാണ്. അതിനുള്ള താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിക്സർ ഓപ്പറേഷൻ ആയിരുന്നു. മിക്സർ ഓപ്പറേഷനിൽ നിന്ന് ഞാൻ നെക്സ്റ്റ് കയറിയത് കൊയർ ടീമിലേക്ക്. കൊയർ ടീമിൽ ആദ്യത്തെ ദിവസം എൻ്റെ മൈക്കിന് നല്ല വോളിയം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ആ മീറ്റിങ്ങിന്റെ വർഷിപ്പിന്റെ മൊത്തം സോങ്ങുകളും തെറ്റിപ്പോയത് കൊണ്ട് എൻ്റെ വോയിസ് കാരണം മൈക്കിൻ്റെ ഉണ്ട്, പക്ഷേ സൗണ്ട് ഇല്ല. എൻ്റെ പിതാവിൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിലല്ല, എന്നാലും സ്ഥിരമായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. ആ സ്ഥലത്ത് ഞാൻ വിഷമിച്ച് കിടക്കുകയാണ്. കാരണം എനിക്കറിയാം എൻ്റെ വോയിസ് എന്താണെന്ന്. ഞാൻ കിടക്കുന്ന ആ രാത്രിയുടെ സമയത്ത് എനിക്ക് വ്യക്തമായി അറിയാം സംഭവിക്കുന്ന കാര്യങ്ങൾ. ആ സമയത്ത് എൻ്റെ ചെവിയിൽ വന്നിട്ട് ഈ സൈഡിലെ ചെവി തൊട്ടു. ഒരു ഏഞ്ചൽ വന്നിട്ട് തൊട്ടു. എൻ്റെ ഇവിടെ തുറന്നു.
ഞാൻ അന്ന് കേൾക്കുന്ന സൗണ്ട് ഇങ്ങനെയാ, ഈ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം ഞാൻ ആള് മാറി, എൻ്റെ ശ്രദ്ധ മാറി, എൻ്റെ വോയിസ് മാറി. അങ്ങനെയുള്ള ചില ഡോറുകൾ നമുക്ക് തലമുറയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റും. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, സമയവുമായിട്ട് ബന്ധപ്പെട്ട, ഈ ഭൂമി കർത്താവ് വെച്ചിരിക്കുന്നത് സൃഷ്ടിച്ചതിന് ശേഷം സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിനകത്താണ്. ദൈവം അതിനകത്ത് പുറത്താണ്. സമയത്തിനകത്തല്ല ദൈവം, സമയത്തിന് പുറത്താണ് ദൈവം. സമയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡോറുകൾ ഉണ്ടാക്കി വെക്കാൻ പറ്റും, സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡോറുകൾ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതാണ് അബ്രഹാമിന് സംഭവിച്ചത്. അബ്രഹാം യാഗം കഴിച്ച സ്ഥലത്ത് പ്രത്യേകതയുണ്ടായിരുന്നു. ഇതാണ് ബാംഗ്ലൂർ ഇപ്പോൾ സംഭവിക്കുന്നത്. ആ സ്ഥലത്ത് പ്രത്യേകതയുണ്ട്. എന്നാൽ ഇത് വ്യക്തികളെ വഹിക്കുന്ന, വ്യക്തികളുടെ മേൽ യാഗപീഠങ്ങളുമായിട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മേൽ ദൂതന്മാർ ഇറങ്ങുന്ന കണ്ടോണേ. അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ വ്യത്യാസങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു. ശക്തിയുടെ ഏഞ്ചൽസ് ഉണ്ട്. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ഇരുട്ടാ കണ്ടത്. ദാവീദ് പറയുകയാണ്, യഹോവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ആദ്യം എന്തോ കണ്ണടച്ചപ്പോൾ കണ്ട, അപ്പൊ ഇരുട്ടാണ്. അപ്പൊ ദാവീദ് അടുത്ത ദൈവപ്രവൃത്തി കണ്ടതിന് ശേഷം പറയുകയാണ്, ഈ ലൈറ്റ് വന്നതിന് ശേഷം കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ മനസ്സിലായി, ഇതുവരെയുള്ള പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ അല്ല. ഇതുവരെ വിചാരിച്ചത് ശൗലാണ് തന്നെ കൊല്ലാൻ വേണ്ടി വരുന്നതെന്ന്. പക്ഷെ താൻ കാണുന്നത് ഒരു പടക്കൂട്ടവും ഒരു മതിലും. ഓരോ പ്രശ്നത്തിനും സ്പിരിച്വൽ വ്യൂസ് ഉണ്ട്. നമ്മൾ കാണുന്ന വ്യക്തികളല്ല. നമ്മൾ വിചാരിക്കും അയലോക്കത്തെ അമ്മാമയാണ് അതിര് മാന്തി എന്ന്. അല്ല, അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ ഡീൽ ചെയ്യാൻ പഠിക്കണം. നമ്മളെ തടയുന്നത്, നമ്മുടെ അനുഗ്രഹത്തെ തടയുന്നത് മറ്റുള്ള അല്ല, ജഡരക്തങ്ങളോട് നമുക്ക് യുദ്ധമില്ല. ഈ ആത്മാക്കളെ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞല്ലോ, അവൻ നല്ലൊരു ഡയറക്ടറാണ്. ഇല്ലാത്ത കാര്യങ്ങളെ നിന്റെ മുമ്പിൽ കണക്ട് ചെയ്ത് അങ്ങനെ നിന്നെ കൊണ്ട് വായിപ്പിച്ചെടുക്കാൻ അവൻ നല്ല മിടുക്കനാണ്. കാരണം ഒക്യുപ്പേഷൻ പ്രശ്നമാണ് അവരുടെ പ്രശ്നം. അവർക്ക് ശരീരമില്ല. ഈ ഭൂമി എന്ന് പറയുന്നത് ശരീരമുള്ളവർ താമസിക്കുന്ന ലോകമാണ്. ശരീരമുള്ളവർക്കാണ് ഈ ലോകത്ത് അധികാരം ദൈവം കൊടുത്തിരിക്കുന്നത്. ശരീരമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരാളുടെ ശരീരത്തിൽ താമസിച്ചെങ്കിൽ മാത്രമേ ഇവിടെ റൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം ഈ ഭൂമിയിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടതാണ്. അവർക്ക് നമ്മളെ അധികാരികളെ ആക്കിയതാണ്. പക്ഷെ ഇവർക്ക് ഭവനമില്ലാത്തത് കൊണ്ട് ഒരു ഭവനം അന്വേഷിച്ചു പോകും. ഒരാൾ ഇന്ന് പുറത്തു പോയാൽ ഭവനം അന്വേഷിച്ചു പോയതിന് ശേഷം തണുപ്പ് അന്വേഷിച്ച് നടക്കും. അത് കിട്ടാത്തത് കൊണ്ട് വീണ്ടും മടങ്ങി വരും. മടങ്ങി വന്നിട്ട് ഇപ്പൊ വന്ന പ്രശ്നമല്ല, അവനേക്കാൾ വലിയ പ്രശ്നം വരും. വന്നിട്ട് നിന്നെ ഡൗൺ ആക്കാൻ നോക്കും. ഹല്ലേലൂയ. ഈ പ്രശ്നത്തിനകത്ത് നീ ഡൗൺ ആയി പോകരുത്. ഒരു പ്രശ്നത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇതിനകത്തുനിന്ന് നീ പുറത്തു വരാൻ പോവുകയാണ്. ഈ സ്പിരിറ്റ് നിന്നെ ഫൈറ്റ്, വെറും സ്പിരിറ്റ് ആണ്. ഇവർക്ക് താമസ സ്ഥലം വേണം. ഇതിനാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ സിനിമയ്ക്കകത്ത് കാണുന്നത് പോലെ വെള്ളസാരി ഉടുത്ത് രാത്രി വരുന്നതോ അല്ലെങ്കിൽ വേറെ ഭൂതമോ അങ്ങനെ ഒന്നുമല്ല. ഇതിന് ശക്തിയില്ല. മനുഷ്യന്റെ ശക്തിയാണ് ഇതിനുള്ളത്. ഇത് വെറും സ്പിരിറ്റ് ആണ്. ഒരാളെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത്, വ്യക്തിയെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒക്യുപ്പേഷൻ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനിൽ 6000 പേര് താമസിച്ചത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവം മഹത്വത്തോടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും. 6000 ആത്മാക്കളെ ഒക്യുപ്പൈ ചെയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ സെറ്റപ്പ് ഉള്ളതാണ് നമ്മുടെ ബോഡി. ഏകദേശം 12 സിസ്റ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് ഇത് വർക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന് ശേഷം ഇരുന്നപ്പോൾ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്തതാണ് ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളും.
ദൈവത്തിന്റെ സൃഷ്ടി സിസ്റ്റമാണ്, ഘടനകളാണ്. ദൈവം നമ്മുടെ അകത്ത് ഘടനകളെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുപോലെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ദൈവം വിളിച്ചത് ഘടനകൾ ഉണ്ടാക്കാനാണ്, സിസ്റ്റങ്ങൾ ഉണ്ടാക്കാനാണ്, റൂട്ടുകളെ തുറന്നിടാനാണ്, തലമുറകളെ തൊടുന്ന ചില നെഗറ്റീവ് ഡോറുകളെ തുറക്കാനാണ്, അടയ്ക്കാനാണ്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ശാപമുണ്ടോ? ക്രിസ്തുവിൽ ശാപമില്ല, എന്നാൽ തുറന്നു വച്ചിരിക്കുന്ന ഡോറുകളുണ്ട്. ക്രിസ്തുവിൽ അത് തിരിച്ചറിഞ്ഞാൽ നമുക്കതിനെ അടയ്ക്കാൻ പറ്റും. പക്ഷെ പലർക്കും അത് തിരിച്ചറിയത്തില്ല. ഒരു സമയമാവുമ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വീട്ടിലെ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നം, ഈ കടം കൂടെ കൊടുത്ത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുകയാണ്. അങ്ങനെയുള്ളയൊക്കെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരു രോഗം. ഇതൊക്കെ തുറന്നു വെച്ച ഡോറുകളാണ്. ഇത് അടയ്ക്കാൻ പറ്റും. തലമുറകൾക്ക് മുകളിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടിന്യൂസ് നമുക്ക് കണ്ടുപിടിച്ച് അതിന്റെ റൂട്ടുകളെ കണ്ട് നമുക്ക് അടയ്ക്കാനുള്ള അധികാരം ക്രിസ്തുവിൽ നമുക്കുണ്ട്. പക്ഷെ തുറന്നു വെച്ചിരിക്കുന്ന ആത്മ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയുള്ള ഡോറുകളെ ക്ലോസ് ചെയ്യാൻ ക്രിസ്തു നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കും. പക്ഷെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിതാക്കന്മാർക്ക് വന്ന ചില രോഗങ്ങൾ, ഇത് ചെറിയൊരു പ്രാർത്ഥനയല്ല, പക്ഷെ നിരന്തരമായിട്ടുള്ള ചില പ്രാർത്ഥനയ്ക്കകത്ത് ഇത് മാറും. ഈ റൂട്ടുകൾ അടയപ്പെടും. അതിനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് പ്രശ്നമായാലും അതിന്റെ റൂട്ടുകൾ കണ്ടെത്തുക, സ്പിരിച്വൽ റൂട്ടുകൾ കണ്ടെത്തുക. സ്പിരിറ്റ്സ് വരാൻ വേണ്ടിയിട്ട്, അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് അവർ ചില റൂട്ടുകൾ ഉണ്ടാക്കിയിടും. ചില സമയവുമായിട്ട് ബന്ധപ്പെട്ട്, ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഹല്ലേലൂയ. ആ റൂട്ടുകളെ തിരിച്ചറിയുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇങ്ങനെ ചില എൻകൗണ്ടറുകൾ ചിലർക്കുണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ തലമുറയെ തൊട്ടിരിക്കും. ഇത് തുറന്നു വെക്കുന്നത് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറുമായിട്ട്, അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ ശരീരവും ആത്മാവും ഒരു സമയം കഴിഞ്ഞ് പോയാലും അത് നിങ്ങളുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താഴോട്ട് പോകും. അത് തുറന്നു വെച്ചിരിക്കുന്ന എന്താണെങ്കിലും അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഡോറുകൾ തുറന്നു വെക്കാം. അടുത്ത തലമുറകൾക്ക് വേണ്ടി ചിലത് നമുക്ക് തുറന്നു വെക്കാം. ഹല്ലേലൂയ. ഈ 3 പേരെയും യേശു വിളിക്കുകയാണ് ജീവനുള്ളവനെ എന്ന്. കാരണം മരണത്തിന്റെ റിപ്പോർട്ട് ഇന്ദ്രിയങ്ങൾക്കകത്തൂടെ അകത്ത് ചെന്നിട്ടും അവരുടെ ബ്രെയിനകത്ത് അവരത് സമ്മതിക്കാതെ എവിടെയോ കണക്ട് ചെയ്തിരിക്കുന്ന ദൈവസിംഹാസനവുമായിട്ട് കണക്ട് ചെയ്തപ്പോ കേട്ട അതേ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് മുറുകെ പിടിച്ച് അവര് മുന്നോട്ട് പോയി. അവർക്ക് ആ ഡോറ് തുറന്നു. ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് മനസ്സിനകത്ത് ഓപ്പണായ ആ റൂട്ട് ക്ലിയർ ആയി. അങ്ങനെയുള്ള റൂട്ട് ക്ലിയർ ആവുന്നവൻ എവിടെ പോയാലും ഇത് തുറന്നിരിക്കും. ഹൃദയത്തിനകത്ത് അത് ഓപ്പൺ ചെയ്യാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. ഇന്ദ്രിയങ്ങളുടെ ശബ്ദത്തിനുപരിയായി ബ്രെയിനകത്ത് വേറൊരു സ്വിച്ചിങ് നടത്താം. വേറൊരു ലോകവുമായിട്ട് സ്വിച്ച് ചെയ്യാം. ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലുപരിയായിട്ടുള്ള ലോകത്തെ ആഗ്രഹിക്കുകയും ദൈവസിംഹാസനത്തിൽ തന്നെ പൂർണ്ണ ആശ്രയം വെക്കുകയും ചെയ്യുമ്പോൾ വേറൊരു സ്വിച്ചിങ് നടക്കും. ലോകത്തിലെ ആളുകളെല്ലാം നിന്നെ കാണുന്നത് ഈ ലോകത്തിലെ വ്യക്തിയായിട്ടാണ്. പക്ഷേ ആ ലോകത്ത് മാത്രം നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറാൻ പോവുകയാണ്. നീ കാണുമ്പോ സാധാരണക്കാരനാണ്, പക്ഷേ ആ റിപ്പോർട്ടുകൾക്കനുസരിച്ച് നീ മൂവ് ചെയ്യാൻ പോവാ. ദാവീദ് പറയുക, യഹോവേ നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അതായത് ഇവൻ കണ്ടു. സീസണുകളെ തിരിച്ചറിയാൻ നമുക്ക് ജ്ഞാനം വേണം, പക്ഷെ അത് കവർ ചെയ്യണമെങ്കിൽ ശക്തി വേണം. കണ്ടത് കൊണ്ട് കാര്യമില്ല. ഒത്തിരി പേര് നമ്മുടെ മുമ്പേ പോകുന്ന, നമുക്കറിയാം വഴികൾ, പക്ഷെ നമുക്ക് ചലിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ശക്തി വേണം.
ഓട്ടക്കാരൻ ഓട്ടത്തിലും ബലവാൻ ബലത്തിലും ജയിക്കുന്നത് കണ്ടിട്ടില്ലെന്ന്. എല്ലാവർക്കും കാലവും സമയവും അത്ര നൽകിയിരിക്കുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ഈ സ്നേക്ക് ആൻഡ് ലാഡർ പോലെയാ. ഡിവൈൻ എൻകൗണ്ടറുകളാണ് ഒരാളുടെ ലൈഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദൈവം കൊടുത്ത പ്ലേസിൽ റൈറ്റ് ടൈമിൽ നീ വെയിറ്റ് ചെയ്യുമ്പോൾ നിന്റെ ടൈം വരികയും നീ എൻ്റർ ആകുകയും കയറി പോവുകയും ചെയ്യും. സ്നേക്ക് ആൻഡ് ലാഡർ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഡൈയ് പാമ്പിന്റെ വായിലാ ചെന്നാൽ നേരെ താഴെ വാലയിലേക്ക് വരും. അത് ലാഡറിലാ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മേളിലേക്ക് പോകും. ഇത് ലൈഫിനെ കാണിക്കുന്ന പുരാതന ഭാരതത്തിലെ ആൾക്കാർ സൃഷ്ടിച്ച ഒരു ഗെയിമാണ്. അങ്ങനെ ചില എൻകൗണ്ടറുകളാണ് ലൈഫിൽ എത്തിയിരിക്കുന്നത്. അല്ല നമ്മുടെ കഴിവല്ല, നമ്മുടെ ഓട്ടമോ നമ്മുടെ ബലമോ ശക്തിയോ അല്ല. എല്ലാവർക്കും കാലവും സീസണും അത്ര. അതുകൊണ്ട് തന്നെയാ യെശയ്യാ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിനൊരു ടൈമുണ്ട്. ആ ടൈമിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുമ്പോ ആ കറക്റ്റ് സീസണകത്ത് നീ കാല് വെക്കാൻ നിനക്ക് ബലം വരും. നീ മനസ്സിടിക്കരുത്. സിംഹാസനം ഇരിക്കുന്ന റൂമിൽ നിന്ന് നിന്റെ മനസ്സിനെ മാറ്റരുത്. പത്രോസ് സിംഹാസനം ഇരിക്കുന്ന റൂമിൽ നിന്ന് ശബ്ദം കേട്ടിട്ട് അതിന്റെ മേൽ നടന്നു. പക്ഷെ അവന്റെ ഇന്ദ്രിയങ്ങൾ കൊടുത്ത റിപ്പോർട്ടിനനുസരിച്ച് അവന്റെ ശ്രദ്ധ മാറിപ്പോയി. അവൻ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സാഹചര്യം താൽക്കാലികമാണ്. സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ മാറും. നിങ്ങൾ വചനത്തിന് വേണ്ടി നിന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവം പറഞ്ഞതിന് വേണ്ടി നിന്നാൽ, ദൈവ സിംഹാസനത്തിൽ നിന്ന് കേട്ട വാക്കാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനു വേണ്ടി നിന്നാൽ സാഹചര്യം മാറും. നിങ്ങളുടെ കൺമുമ്പിൽ കാണും. തള്ളിയവരും കുറ്റം പറഞ്ഞവരെല്ലാം കുറച്ചു കഴിയുമ്പോൾ തിരിയും. കാരണം നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. സീസണുകളുടെ ഡോറുകളെ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി സീസണുകളുടെ ഡോറുകളുണ്ട്. ആ ഡോറുകളുടെ ടൈം ആവുമ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവാണ് നമ്മളെ കുറിച്ച് കൂടുതലെങ്കിൽ നമ്മളെ അത് പുറകോട്ട് വലിക്കും. അയ്യോ എനിക്ക് ജീവിക്കണ്ട, എന്തിനാ ഈ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ സീസണുകളുടെ ഡോർ അടുത്ത് വരുമ്പോ നീ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പ്രഷർ കൊണ്ടുവന്നിട്ട് നിന്നെ പുറമോട്ട് കൊണ്ടുപോകും. ചിലരെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇത്രയും നാൾ ഞാൻ ആരാധനയ്ക്ക് പോയി, അന്നത്തെ ദിവസം അവരുടെ തിരിവായിരിക്കും. പക്ഷേ അന്ന് ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല. പക്ഷെ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും, തിരിവായിരിക്കും അന്നത്തെ ഞാൻ ആരാധന എന്ന് പറയുന്നത്. മനസ്സിടിക്കരുത്, മനസ്സ് മടുക്കരുത്. നിങ്ങളുടെ മനസ്സിനെ സിംഹാസനം ഇരിക്കുന്ന റൂമിൽ കൊണ്ടുവന്ന് വെക്കുക. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ എസൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയും, ഗോൽഗോത്തയെക്കാളിലും ഗത്സമനയായിരുന്നു ദൈവത്തിന്റെ പരിപാടി. ഗത്സമനയിൽ സ്ഥിരമായിട്ട് അവൻ പ്രാർത്ഥനാ റൂമിൽ ദൈവം സ്ഥിരമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാറുണ്ട്. പ്രാർത്ഥിക്കണ്ട എന്നിരുന്നെങ്കിൽ പ്രാർത്ഥിക്കണ്ടാത്ത ഒരേ ഒരു വ്യക്തി അത് യേശുവാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു കാണിച്ചു തന്നു. അദ്ദേഹം സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ കാണുന്നു ഗത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. തന്റെ ലൈഫിലെ ഏറ്റവും അവസാനത്തെ അസൈൻമെന്റ് തീർക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് തീരുകയാണ്. അടുത്ത ദിവസം താൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഭയങ്കര പ്രഷർ. കാരണം താൻ തന്റെ മുമ്പിൽ കാണുന്നത് തന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ സഹോദരങ്ങൾ ഒരാൾ തള്ളി പറയുന്നു, ഒരാൾ ഒറ്റിക്കൊടുക്കുന്നു, ഒരാൾ മീൻ പിടിക്കുന്നു. ഈ കാഴ്ചയൊക്കെ താൻ കാണുന്നത് എന്റെ ഭാവനയിലാണ്. തന്റെ മനസ്സ് പതറി. താൻ ഇത്രയും നാൾ അധ്വാനിച്ചത് ഒരുപക്ഷെ മാനുഷികമായി ചിന്തിച്ചിരിക്കാം. ഇന്ദ്രിയങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തന്റെ മനസ്സ് പതറി. തനിക്ക് സിംഹാസനം ഇരിക്കുന്ന റൂമിൽ തന്റെ മനസ്സ് കൊണ്ടുവന്ന് വെക്കാൻ കഴിയുന്നില്ല. പക്ഷെ താൻ റെഗുലറി ചെയ്തു വന്നതായതുകൊണ്ട് ഒരു ഏഞ്ചൽ ഇറങ്ങി തന്നെ ബലപ്പെടുത്തി. ഡോറുകളെ തുറന്നു വെക്കാം. കൺസിസ്റ്റൻസിയാണ് ഇതിനാധാരം.
സ്ഥിരതയാണ്. സ്ഥിരതയോടെ ചിലത് തുറന്നു വെക്കാം. ഒരു സമയത്ത് പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം ആ സമയമാകുമ്പോൾ ഒരാഴ്ച പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഭയങ്കര പ്രതികൂലം, അന്നത്തെ പക്ഷെ അന്ന് നീ പോയെന്ന് പ്രാർത്ഥിക്കണം, അന്നത്തോടെ തിരിയുക. ഹല്ലേലൂയ. അന്ന് ഡോർ ഓപ്പൺ ആവുക. ഹല്ലേലൂയ. എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ എസൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്ത് ഒരു കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് വന്നാൽ അത് കരിയുന്നത് വരെ നമ്മൾ സൂക്ഷിക്കും. പക്ഷെ ശരീരം മുഴുവൻ വേദന എടുക്കുന്ന സമയത്ത് രക്തം വാർന്ന് ഇന്ദ്രിയങ്ങൾ മുഴുവൻ പെയിനാണ് ബ്രെയിനിനകത്തോട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത്രയും പ്രഷർ നിൽക്കുന്ന സമയത്ത് തന്റെ മനസ്സിനെ കൊണ്ടുവന്നിട്ട് താൻ സിംഹാസനം ഇരിക്കുന്ന റൂമിൽ വെച്ചു. അപ്പാ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞു. പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല ക്രിസ്ത്യാനിത്വം. പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ സിംഹാസനം ഇരിക്കുന്ന റൂമിൽ നിന്ന് കേൾക്കുകയും അതിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും. പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ദൈവത്തെ നോക്കും. ഇതാണ് ക്രിസ്ത്യാനിത്വം. ഇത് മനസ്സിലാക്കിയ സ്റ്റീഫൻ തന്റെ ദേഹത്ത് കൊള്ളുന്ന കല്ലുകളുടെ വേദനകളെക്കാൾ ഉപരിയായി ശരീരത്തിലെ ഓരോ ഓർഗൻസും ഇന്ദ്രിയങ്ങളും പറഞ്ഞു, ഇങ്ങനെ തുടർന്നാൽ നീ അല്പസമയത്തിനകത്ത് മരിച്ചു പോകും. പക്ഷെ എന്നിട്ടും ആത്മാവിൽ നിറഞ്ഞിട്ട് ഇവൻ ആ ലോകത്തേക്ക് സ്വിച്ച് ചെയ്തു. നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഈ ലോകമല്ല, ആ ലോകത്തെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇത്രയും പ്രഷർ സംഭവിക്കുന്ന സമയത്തും മനസ്സിനെ കൊണ്ടെന്ന് സിംഹാസനം ഇരിക്കുന്ന റൂമിൽ വെക്കുകയും അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ആത്മാവിൽ നിറഞ്ഞ് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റു നിൽക്കുന്ന കാഴ്ച താൻ കാണുകയാണ്. ആ ഒറ്റ കാഴ്ച തന്റെ ലൈഫിനെ തിരിച്ചു. ദൈവിക കാഴ്ചകൾ, ഡിവൈൻ എൻകൗണ്ടേഴ്സ്, ഡിവൈൻ വിഷനുകൾ നിന്റെ തീരുമാനത്തെ, നിന്റെ ലൈഫിനെ മുഴുവനായി തിരിക്കും. ഓ, വേറൊരുവൻ അവിടെ ചിലരുടെ വസ്ത്രം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവന്റെ പേര് ശൗല്. ഒറ്റ വാക്ക് മതിയായിരുന്നു സ്റ്റീഫന് ഇവനെ ക്ലോസ് ചെയ്ത് കളയാൻ പറ്റും. അതായത് പൗലോസിന് സ്ഥിരമായിട്ടുള്ള അനുഭവമായിരുന്നു താൻ നടക്കുമ്പോൾ, താൻ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്ന അവസ്ഥ. തൻ്റെ ഒറ്റ വാക്കിൽ അത് ക്ലോസ് ചെയ്യാമായിരുന്നു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി താൻ അടച്ചു കളയാമായിരുന്നു. പക്ഷെ സിംഹാസനത്തിലെ കാഴ്ച താൻ കണ്ടിട്ട് താൻ ഇവരോട് ക്ഷമിക്കുക. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക്. ദൈവത്തിൽ നിന്നുള്ള കാഴ്ചകളെ പ്രാപിച്ചാട്ടെ. നമുക്ക് കിട്ടിയ പെയിനുകൾ, ഇന്ദ്രിയം തന്ന ഡിവൈൻ വിഷനുകൾ ഇതിനെ തിരിക്കും. ഇന്ദ്രിയങ്ങൾക്കുപരിയായി മനസ്സിനെ കൊണ്ടുവന്ന് സിംഹാസനം ഇരിക്കുന്ന റൂമിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും.
അവിടുന്ന് കേട്ട റിപ്പോർട്ടിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. ഈ ലോകത്തിലെ അവസ്ഥ കണ്ടിട്ടല്ല. നീ സിംഹാസനം ഇരിക്കുന്ന റൂമിനകത്ത് നിന്റെ മനസ്സിനെ വെച്ചിട്ട് ചിലത് സംസാരിക്കുമ്പോ ഏഞ്ചൽസ് നിനക്ക് വേണ്ടി മൂവ് ചെയ്യും. നിന്റെ സാഹചര്യത്തെ നോക്കിയിട്ട്, നിന്റെ അവസ്ഥയെ നോക്കിയിട്ട് നീ സംസാരിക്കുമ്പോ ഇത് തിരിയുന്നത് നീ കാണും. എന്താ വിശ്വാസം എന്ന് പറഞ്ഞ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിന്റെ മനസ്സിനെ സിംഹാസനം ഇരിക്കുന്ന റൂമിൽ വെക്കുകയും അവിടുന്ന് കേട്ടതിൽ തുടരുകയും ചെയ്യുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിന്റെ ഫോക്കസിനെ അവിടെ വെക്കുക. എങ്ങനെയാ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ചിന്ത പലതുണ്ട്. പക്ഷേ നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ മൗസ് എടുത്ത് ക്ലിക്ക് ചെയ്യുന്നത് പോലെ ചിന്തക്കകത്ത് കിടക്കാൻ പറ്റും നമ്മുടെ മനസ്സിനെ വെച്ചിട്ട്. അതിനെയാണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഫോക്കസ് ചില ചിന്തകളിൽ കൂടെ യാത്ര ചെയ്യും. യാത്ര ചെയ്തിട്ട് ഉത്തരമില്ലാത്തതാണ്, വറിയുടെ ചോദ്യങ്ങളാണെങ്കിൽ അതിനെ അവിടെ ബൈൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ചിന്ത, ഈ ഫോക്കസ് തിരിച്ചു വരത്തില്ല. നമ്മുടെ അകത്തുള്ള ഫങ്ഷനുകൾ, സിസ്റ്റങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല ഈ ഫോക്കസ് അതുപോലെ തിരിച്ചു വന്നില്ലെങ്കിൽ. അതായത് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾ, എങ്ങനെയാ കുഞ്ഞിന്റെ ലൈഫ് എങ്ങനെയാ, നാളെ എങ്ങനെ, ഇങ്ങനെയുള്ള ചിന്തകൾ നിന്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് റെസ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ ഈ ഫോക്കസിന് തിരിച്ചകത്ത് വരാൻ പറ്റത്തില്ല. പക്ഷെ യേശു ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് പറയുന്നു. ഇവന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. പക്ഷെ ദൂതൻ ഇറങ്ങിയതിനു ശേഷം ഇവന്റെ ശ്രദ്ധ തെറ്റാതെ പ്രാർത്ഥിച്ചു. ശ്രദ്ധ സിംഹാസനം ഇരിക്കുന്ന റൂമിൽ വെക്കാം. സ്പിരിച്വൽ സൈഡിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് കർത്താവിലായിരിക്കണം. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഇരുന്നവര് പത്രോസും യോഹന്നാനും പറയാം, ഞങ്ങളെ നോക്കുവേൻ. നിങ്ങളുടെ ഫോക്കസ് ആണ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് കാരണമായി തീരുന്നത്. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങളുടെ ഫോക്കസിനെ കൊണ്ടുവന്ന് സിംഹാസനം ഇരിക്കുന്ന റൂമിൽ വെക്കാമെങ്കിൽ ഇതാ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ലോകം കണ്ടിട്ടില്ലാത്ത ചിലത് നിങ്ങൾ ഇവിടെ ഡ്രോ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വരച്ചു വെച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളെ കുറിച്ച് അവൻ വിളിക്കുകയാണ്, അല്ലയോ ജീവനുള്ളവനെ, അല്ലയോ ജീവനുള്ളവനെ. മരണത്തിന്റെ വെല്ലുവിളി ഉയർന്ന സമയത്ത്, മകൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സമയത്ത് വിശ്വസിച്ചത് കൊണ്ട് അവിടെ ജീവൻ വെളിപ്പെട്ടു. ക്ഷാമം പറഞ്ഞ സമയത്ത് വിശ്വസിച്ചത് കൊണ്ട് അവിടെ ജീവൻ വെളിപ്പെട്ടു. മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ സമയത്ത് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവിടെ ജീവൻ വെളിപ്പെട്ടു. യാക്കോബ് ഇസ്രായേലായിട്ട് മാറി. എവിടെയാണ് നമ്മുടെ ഫോക്കസ് വെച്ചിരിക്കുന്നത്? ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ചെവിയിലേക്കും നിങ്ങളുടെ കണ്ണിലേക്കും വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഈ ഫോക്കസ് കൊണ്ടുവന്ന് വെച്ചിട്ട് ദൈവസിംഹാസനം ഇരിക്കുന്ന റൂമിലേക്ക് ചെന്നാട്ടെ. അവിടെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ യേശുവിലൂടെ അധികാരമുണ്ട്. അങ്ങനെ ചിലത് തുറന്നിടാൻ പറ്റും. അത് തലമുറകൾക്ക് മുകളിൽ തുറന്നതാണ്. ആത്മാവിന്റെ ശക്തിയോടും ആത്മാവിന്റെ ജ്ഞാനത്തോടും ചിലത് തുറന്നിടാൻ പറ്റും. ദാവീദ് തുറന്നതുപോലെ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ കർത്താവിന്റെ ദൂതന്മാരുമായിട്ടുള്ള എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോകുകയാണ്. ചില ഡ്രീമുകൾ, ചില വിഷനുകൾ ഒക്കെ ലൈഫിനെ തിരിക്കുന്നത് ദൈവദൂതന്മാർ നിക്ഷേപിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നു. ചിലരെ ഇന്ന് തൊടുകയാ, ചില ലൈഫിനെ തിരിക്കുക. ഇന്നത്തെ പകൽ ഒരു തിരിവിന്റെ പകല. ഉത്തരമില്ലാതെ കിടക്കുന്ന ചിലതിന് ഉത്തരവുമായിട്ട്
ഒന്നിനും കവരാൻ കഴിയാത്ത ദൈവത്തിന്റെ ജോയുടെ ഏഞ്ചൽസ്, സന്തോഷത്തിന്റെ ദൂതന്മാർ, ഹീലിംഗിന്റെ ഏഞ്ചൽസ്, വേഗതയുടെ ദൂതന്മാർ, സമയവുമായിട്ട് ബന്ധപ്പെട്ട ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നു.